Hello dears, welcome to You and Me Learning. Here we are going to study the first English chapter, a robot with a virus of the first unit, Harmony of Marvels. ഏഴാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനോഹരമായ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹാർമണി ഓഫ് മാർവൽസ് എന്നാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. 3 ചാപ്റ്റേഴ്സ് അടങ്ങിയ ആദ്യ യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, ആ റോബോട്ട് വിത്ത് എ വൈറസ്. തുടക്കത്തിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, മനോഹരമായൊരു ചിത്രം, ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന കുട്ടിയെയും അതുപോലെ തന്നെ ആകാശത്ത് മിന്നലും നക്ഷത്രങ്ങളും ആകാശത്തെ മനോഹരമായിട്ടുള്ള ചന്ദ്രനെയും രാത്രി കാലമാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ അവൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഇതിലേക്ക് ഉന്നം വെച്ച് നിൽക്കുന്ന ഒരു റോബോട്ടിൻ്റെ യന്ത്രകരങ്ങളും കാണാം അല്ലേ. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം, സോക്രട്ടീസ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. നമ്മൾ എന്തെങ്കിലും കണ്ട് അത്ഭുതപ്പെടുന്നതാണ് എന്ത്, ജ്ഞാനത്തിലേക്കുള്ള വഴി. അതായത് നമ്മളെന്തെങ്കിലും കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നാണ് സോക്രട്ടീസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, അടുത്ത പേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വി ക്യാൻ സീ എ പിക്ചർ ഇൻ വിച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റോബോട്ട്സ് ആർ ബീയിങ് ഗിവൻ. 4 ടൈപ്പ് റോബോട്ടുകൾ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം. സാധാരണ രീതിയിൽ റോബോട്ടുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ സാധാരണ രീതിയിൽ റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പരീക്ഷണശാലകളിൽ സയൻസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് റോബോട്ടിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ വ്യത്യസ്തമായ കുറച്ച് റോബോട്ട്സുകളെ നമുക്കിവിടെ പരിചയപ്പെടാം. ഡൊമസ്റ്റിക് റോബോട്ട്സ് ഉണ്ട് കൂട്ടുകാരെ. ഈ ഡൊമസ്റ്റിക് റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബട്ട്ലർ റോബോട്ട്, ആ റോബോട്ടുകൾ നമ്മൾ വീട്ടിലെ പണികൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. ഫോർ ടാസ്ക്സ് അറ്റ് ഹോം, അതാണ് ഡൊമസ്റ്റിക് റോബോട്ട്സിൻ്റെ പ്രവർത്തനം. മെഡിക്കൽ റോബോട്ട്സ് ഉണ്ട് കൂട്ടുകാരെ. ഫോർ സർജറീസ് ആൻഡ് പേഷ്യൻ്റ് കെയർ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ റോബോട്ട്സ്. എന്തിനൊക്കെ? സർജറി നടത്താനൊക്കെ. അതുപോലെ തന്നെ പേഷ്യൻസിനെ കെയർ ചെയ്യാനും ഒരു നഴ്സുമാരുടെ പോലത്തെ ഡ്യൂട്ടി ചെയ്യുന്ന മെഡിക്കൽ റോബോട്ടുകളുണ്ട്. മിലിറ്ററി ആൻഡ് ഡിഫൻസ് റോബോട്ട്സ് ഉണ്ട്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത റിമോട്ട് ഏരിയകളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിലൊക്കെ ഈ റോബോട്ടുകളെ അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിലിറ്ററി ആൻഡ് ഡിഫൻസ് റോബോട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഫോർ ബോംബ് ഡിസ്പോസൽ നമുക്ക് അയക്കാൻ പറ്റും. ബോംബ് പൊട്ടിക്കാനായിട്ട്, ബോംബ് എക്സ്പ്ലോഷന് വേണ്ടിയിട്ട് നമുക്ക് നിയോഗിക്കാൻ പറ്റും ഈ റോബോട്ടുകളെ. അതുപോലെ അഗ്രി ബോട്ട്സ് ഉണ്ട്. അഗ്രി ബോട്ട്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ റോബോട്ടിൻ്റെ മറ്റൊരു പേരാണ് അഗ്രി ബോട്ട്സ്. അപ്പോൾ അഗ്രി ബോട്ട്സ് ചെയ്യുന്നത് ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടിയിട്ടാണ് അഗ്രി ബോട്ട്സ് നമ്മൾ യൂസ് ചെയ്യാം. എഡ്യൂക്കേഷണൽ റോബോട്ട്സ് ഉണ്ട് ഫോർ പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഫോർ ലേണേഴ്സ്. അപ്പോൾ പഠിതാക്കൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പഠിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ റോബോട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് റോബോട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലെല്ലാം റോബോട്ടിനെ വെച്ച് ചെയ്യാൻ പറ്റും എന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്സർ ഗ്രൈൻഡറോ അതുപോലെ തന്നെ റെഫ്രിജറേറ്ററോ മേടിക്കും പോലെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കും പോലെ നമ്മൾ കടയിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു റോബോട്ടിന്, ക്ലീനിങ്ങിന് നമുക്കൊരു റോബോട്ടിന് ആവശ്യമുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു റോബോട്ടിന് നമ്മൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ഇനിയൊട്ടും വിദൂരമല്ല, ആ ഭാവി ഇനിയൊട്ടും വിദൂരമല്ല, ഉടനെ തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയധികം റോബോട്ടിക്സ് വികസിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വാഷ് ചെയ്യണേനാൽ, പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അയേണിങ്ങിന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സകല പണികളും ചെയ്യാനായിട്ടുള്ള ബട്ട്ലർ റോബോട്ടുകൾ, ഇതൊക്കെ വിപണിയിൽ ലഭ്യമാകുന്ന കാലം ഒട്ടും വിദൂരത്തല്ല. എത്രയും വേഗം അത് സംഭവിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? വീട്ടിൽ പണികൾ എടുക്കുന്ന റോബോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? അപ്പോൾ വീട്ടിൽ പണിയെടുക്കുന്ന റോബോട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ പല സിനിമകളിലായിട്ടൊക്കെ കാര്യങ്ങൾ കണ്ടു തുടങ്ങി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റോബോട്ടിനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും? നമ്മൾ നമ്മുടെ ഹോംവർക്കുകളൊക്കെ ചെയ്യിപ്പിക്കും, നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങും അടുക്കിപ്പറക്കലൊക്കെ ചെയ്യിപ്പിക്കൂലേ? നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തരാനൊക്കെ റോബോട്ടിനോട് പറഞ്ഞ് റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലേ?
ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിലുപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പേര് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും മിക്സർ ഗ്രൈൻഡറും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പും ടാബും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആ റോബോട്ട് വിത്ത് വൈറസ് ഉള്ള ഒരു റോബോട്ട് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. പെദ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ് ഇതിൻ്റെ റൈറ്റർ. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ക്യാരക്ടർ വന്നു. റിക്കി എന്നാണ് അവൻ്റെ പേര്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്, നല്ല തെളിഞ്ഞ ഒരു പ്രഭാതം. നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള സൂര്യരശ്മികൾ ഇങ്ങനെ തെരുവിൽ മൊത്തം ഇങ്ങനെ അടിക്കുന്നുണ്ട്. സൂര്യരശ്മികൾ ഇങ്ങനെ പരന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ്, മനോഹരമായ നിറങ്ങൾ വീടുകളുടെ മുകളിൽ പകർന്നു. നല്ല ഫ്രഷ് എയറാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം റിക്കിയുടെ റൂമിലേക്കും എത്തി നോക്കി. പക്ഷെ അപ്പോഴും അവൻ കിടന്നുറങ്ങന്നെ. അവനൊരു 11 വയസ്സുള്ള കുട്ടിയാണ്. റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വോണ്ട്. റിക്കി ജീവിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കി നല്ല റിച്ചാണ്. റിക്കി ആവശ്യപ്പെടുന്ന എന്തും ലഭിക്കുന്ന ഒരു വീട്ടിലാണ്, ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് റിക്കി ജീവിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ അവൻ്റെ ശീലങ്ങളൊന്നും അത്ര നല്ല ശീലങ്ങളല്ല, പൊട്ട ശീലങ്ങളാണ്. അവൻ ഭയങ്കര ലേസിയാണ്. അവൻ്റെ കാര്യങ്ങളിൽ വളരെ കെയർലെസ് ആണ്. അതാണ് സ്ലോവൻലി എന്ന് പറഞ്ഞാൽ. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. കാണുന്നിടത്തൊക്കെ അവനവൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വീക്കി ഇടുകയുള്ളൂ. ഒന്നും അടുക്കി പറക്കി വെക്കുന്ന ഒരു ശീലം റിക്കിക്ക് ഇല്ല. ഫ്രണ്ട്സ്, യു ക്യാൻ സീ എ വേർഡ് ഗാലറി. ഇത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സും മീനിങ്സും എഴുതാനായിട്ട് ഈ പ്രാവശ്യം കുട്ടികൾക്ക് മൈ വേർഡ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജിലെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാവാത്ത വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഉടനെ നിങ്ങൾക്ക് വായിക്കാം. ഈ പേജ് ഒന്ന് കഴിക്കട്ടെ. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഇവനാണെങ്കിൽ വളരെ കെയർലെസ് ആയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീക്കിയിടുന്ന ഒരു ക്യാരക്ടറായ കാരണം ലുക്ക് അറ്റ് ഹിസ് റൂം. അവൻ്റെ റൂം നോക്കൂ കൂട്ടുകാരെ, കണ്ടോ? എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റ് ഇട്ട് തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്താണ് മറിഞ്ഞ് കിടക്കുകയാണ്. അതൊന്നും അവൻ ശ്രദ്ധിക്കണേ. ബാഗൊക്കെ താഴെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം താഴെ കിടക്കുന്നത് കണ്ടാം. അവൻ്റെ ബെഡ്ഷീറ്റ് വരെ പകുതി താഴെയാണ്. അലമാര അടച്ചിട്ടിട്ട് പോലുമില്ല. അപ്പോൾ അമ്മയുടെ പണി ഇതൊക്കെ ഇങ്ങനെ പറക്കി ഒതുക്കി വെക്കലാണ് അമ്മയുടെ മെയിൻ പരിപാടി. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ തന്നെ അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, ബാങ്കിലെ മാനേജറാണ്. അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോകും. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പണി വീട്ടിൽ റിക്കിക്ക് വേണ്ടിയുള്ളതാണ്. റിക്കിയുടെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക. എപ്പോഴും റിക്കിയോട് നിർദ്ദേശങ്ങൾ കൊടുക്കുക. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എപ്പോഴും റിക്കിയോട് പറയാം, റിക്കി ബാഗ് സ്റ്റഡി റൂമിൽ തന്നെ വെക്കണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ പണി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൈ വേർഡ് ഗാലറി നോക്കാം കേട്ടോ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, 5 വാക്കുകൾ, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള 5 വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. സണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, ഹ്യൂസ് എന്ന് പറഞ്ഞാൽ കളേഴ്സ് എന്നാണ് അർത്ഥം. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ല അത്യന്താധുനിക സൗകര്യങ്ങളുള്ള വീടാണ് അവൻ്റെ വീട്. ഹാവിങ് വെരി മോഡേൺ ടെക്നോളജി. സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ്ലി, വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു ശീലങ്ങളാണ് അവനുള്ളത്. ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വസ്തുക്കൾ എന്നാണ് ബിലോങ്ങിങ്സ്. നമ്മുടെ പൊസഷൻസ്, നമ്മുടെ സാധനങ്ങൾ എന്നാണ് ബിലോങ്ങിങ്സിൻ്റെ അർത്ഥം. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers and so on. But he was always playing. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പണികൾ റിക്കിയുമായി ബന്ധപ്പെട്ടാണുള്ളത്. റിക്കിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ. എന്തൊക്കെ ചെയ്യാനാണ് അമ്മ പറയുന്നത്? വാഷിംഗ് മെഷീനിൽ വസ്ത്രങ്ങളിടും റിക്കി, ടിഫിൻ ബോക്സ് ചുറ്റുപാത്രം കഴുകൂ, ടീഷർട്ട് ട്രൗസേഴ്സ് അതിൻ്റെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്യൂ, തേച്ച് വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റിക്കി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ.
റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. വീട്ടിൽ ഒരു പണിയും റിക്കി ചെയ്യില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ എന്താണ് ബട്ട്ലർ റോബോട്ട്? ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻറ്റ്, വീട്ടിലെ പണികൾ ചെയ്യുന്ന റോബോട്ടാണ് ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ എന്ന് പറഞ്ഞാൽ മെയിൻ സെർവൻറ്റ് ഓഫ് എ ഹൗസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വീട്ടിലെ പണികൾ ചെയ്യുന്ന ഒരു റോബോട്ടിനെ പാരൻസ് മേടിച്ചു കൊണ്ടുവന്നു. ബോട്ട് എന്ന് പറഞ്ഞാൽ മേടിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് റിക്കി അതിനെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ആവേശത്തിലായി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് എത്തിയപ്പോഴത്തേക്കും ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അത് വന്നപ്പോൾ തൊട്ട് പണികൾ ചെയ്യുന്നതാണ്. എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത്? കുക്കിങ്, ക്ലീനിങ്, അയണിങ്, വസ്ത്രം ഇസ്തിരിയിടൽ, അങ്ങനത്തെ എല്ലാ പണികളും ഈ റോബോട്ട് ചെയ്തു തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. ഏറ്റവും കൂടുതൽ ഈ റോബോട്ടിന് ഉണ്ടായിരുന്ന പണി റിക്കിയുടെ താഴെ വലിച്ചെറിഞ്ഞ് കിടക്കുന്ന വസ്ത്രങ്ങൾ പെറുക്കിയെടുക്കലായിരുന്നു. On the first day when he went to sleep, his bedroom was in a disastrous state as usual. സാധാരണ പോലെ തന്നെ ആദ്യത്തെ ദിവസം, റോബോട്ട് വന്ന ആദ്യ ദിവസം ഇവൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇവൻ്റെ റൂം ഒരു വിധത്തിലും ഒരു രക്ഷയില്ല, ഭയങ്കര ഡിസാസ്ട്രസ്, ഭയങ്കര ദുരന്തം എന്ന് പറയാൻ പാകത്തിന് വളരെ മോശമായിട്ടാണ് കിടന്നിരുന്നത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ പിറ്റേ ദിവസം അവൻ എണീറ്റപ്പോൾ എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറഞ്ഞാൽ നീറ്റ്. എല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്നു. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ തൻ്റെ റൂം വളരെ നീറ്റായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് റിക്കി പറയുകയാണ്, വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അവൻ അത്ഭുതപ്പെട്ടു, എത്ര നീറ്റായിട്ടാണ് എൻ്റെ മുറി കിടക്കുന്നത്. ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ, ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. സത്യത്തിൽ ആ റൂം വളരെ നീറ്റായിരുന്നു. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിക്കിയുടെ ടീഷർട്ടും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളും കാണാനില്ല. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടീഷർട്ടും അവൻ്റെ ഫുട്ബോളും കാണാനില്ലാണ്ടായി. മാ, വെർ ഇസ് മൈ ടീഷർട്ട്, വെർ ഇസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അമ്മ, എവിടെ എൻ്റെ ടീഷർട്ട്, എവിടെ എൻ്റെ ബോൾ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ പിന്നാലെ അവൻ ശല്യം ചെയ്ത് നടന്നു. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ അനോയ് ചെയ്യുക, ട്രബിൾ ചെയ്യുക, അല്ലെങ്കിൽ ശല്യം ചെയ്യുക എന്നാണ് അർത്ഥം. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. എവിടെ ചെന്ന് നോക്കി അവൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കാൻ, അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എൻ്റെ ടീഷർട്ട്. അവൻ്റെ ടീഷർട്ടും കാണാനില്ല, ഫുട്ബോളും കാണാനില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, അവനോട് തന്നെ ചോദിച്ചു, വെർ കുഡ് ദേ ഹാവ് ഗോൺ, ഇതൊക്കെ എവിടെ പോയി, അവൻ്റെ ടീഷർട്ടും ഫുട്ബോളും എവിടെ പോയി. ഹൗവെവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ, ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീഅപ്പിയർ. വീട് മൊത്തം, പകൽ മൊത്തം അവൻ സെർച്ച് ചെയ്തിട്ടും ഈ രണ്ട് സാധനങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടില്ല, വീണ്ടും കിട്ടിയില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അതുപോലെ തന്നെ അവൻ്റെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കാണാണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അവന് സംശയം തോന്നിയത് ഈ ബട്ട്ലർ റോബോട്ടിനെയാണ്. ഗ്ലീമിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന ഈ റോബോട്ടിനെ അവന് സംശയം തോന്നി. ഐ തിങ്ക് ഇറ്റ് ഇസ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. അപ്പോൾ അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അവൻ്റെ പണിയായിരിക്കും, ഈ റോബോട്ടിൻ്റെ പണിയായിരിക്കും എൻ്റെ ഈ സാധനങ്ങൾ കാണാത്തത്, ഈ സാധനങ്ങളൊക്കെ ഇവനാണോ എടുക്കുന്നത് എന്നൊരു സംശയം റിക്കിക്കുണ്ടായി. കൂട്ടുകാരെ, ഈ പേജിലെ നമ്മുടെ വേർഡ് ഗാലറി നമുക്ക് ഫില്ല് ചെയ്യാം. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ കൂട്ടുകാരെ. ബട്ട്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട്ലർ റോബോട്ട് അല്ലേ. ബട്ട്ലർ എന്ന് പറഞ്ഞാൽ ചീഫ് മാൻ സെർവൻറ്റ് ഓഫ് എ ഹൗസ്, ഒരു വീട്ടിലെ മെയിൻ സെർവൻ്റാണ് ബട്ട്ലർ. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂയിൻഡ്, ആകെ നാശകോശമായി കിടക്കുകയാണ്. ടൈഡി, നീറ്റ്, പെസ്റ്റ്, അനോയ് ഓർ ട്രബിൾ. പിന്നെ സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ. അപ്പോൾ പെസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യപ്പെടുത്തുക, ട്രബിൾ ചെയ്യുക, അനോയ് ചെയ്യുക എന്നാണ് അർത്ഥം. അതുപോലെ ടൈഡി നിങ്ങൾക്ക് മനസ്സിലായി, നീറ്റാണ്. സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. അതാണ് ഈ പേജിൽ വരുന്ന പ്രധാനപ്പെട്ട അൺഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ. നെക്സ്റ്റ് പേജ്. He hatched a plan to spy on the robot and began following it around the house. അപ്പോൾ ഇവനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇവന് മൊത്തം സംശയം റോബോട്ടിനെ ആയിരുന്നു. അപ്പോൾ റോബോട്ടിനെ സ്പൈ ചെയ്യാന്ന് റോബോട്ടിന് പിന്നാലെ നടന്ന് റോബോട്ടിനെ വാച്ച് ചെയ്യാനായിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവസാനം ഇവൻ സംശയിച്ച പോലെ തന്നെ ഇവൻ കയ്യോടെ പിടിച്ചു. റെഡ് ഹാൻഡഡ്, കയ്യോടെ, തെറ്റ് ചെയ്യുമ്പോൾ കയ്യോടെ പിടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ് റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ കയ്യോടെ നമ്മുടെ റോബോട്ടിനെ പൊക്കി. റോബോട്ട് ഇവൻ്റെ ഇതേപോലെയുള്ള ഒരു വസ്ത്രം ഇങ്ങനെ എടുക്കുമ്പോൾ ഇവൻ പിടിച്ചു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്.
റിക്കി പതുക്കെ മിണ്ടാണ്ട് റോബോട്ടിൻ്റെ പിന്നാലെ പോയി. ടു ഹിസ് സർപ്രൈസ് ഈ സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. അപ്പോൾ റിക്കി കണ്ടു. റിക്കി പതുക്കെ പിന്നാലെ ചെന്നപ്പോൾ റിക്കി കാണുന്നത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ടീഷർട്ട് വളരെ നീറ്റായിട്ട് മടക്കിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വേറെ കുറേ ഡ്രസ്സ് അവിടെ പൈൽ കെട്ട് കണക്കിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നതാണ് റിക്കി കണ്ടത്. ഓഫ് ഹീ വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. റിക്കി അവിടെ നിന്ന് ഓടി പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഇസ് ഫോൾട്ടി. അച്ഛ ഈ റോബോട്ടിന് എന്തോ പ്രശ്നമുണ്ട്. റോബോട്ട് വിത്ത് എ വൈറസ് എന്നാണല്ലോ നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നത് ഈ റോബോട്ടാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അവർ ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. നമുക്കിതിനെ തിരിച്ചുവിടാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഇത് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നല്ല നീ പറയുന്നത്, തെറ്റാണ്. ഹീ വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഒരു എക്സ്പേർട്ട് റോബോട്ടാണിത്. ഹീ ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഈ റോബോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും പുതിയ ഒരു സർവൻ്റാണ്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. നമുക്കൊരു മനുഷ്യനെ സർവൻ്റായിട്ട് വെക്കണ്ട, എല്ലാ പണിയും റോബോട്ട് ചെയ്തോളും. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കിക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. റിക്കി ദേഷ്യത്തിൽ തിരിച്ചു പറഞ്ഞു, ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് ഈ റോബോട്ടിന് വേണ്ടി ഇവിടുന്ന് വേഗം ഇതിനെ വിടണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അപ്പോൾ റിക്കിയും അച്ഛനും തമ്മിൽ നല്ലൊരു വാക്ക് തർക്കം തന്നെ അവിടെ നടന്നു. നോക്കൂ കൂട്ടുകാരെ, ഫാദറും റിക്കിയും തമ്മിലുള്ള കോൺവെർസേഷൻ, വാക്ക് തർക്കം നോക്കൂ. ഫാദർ പറയണേ, റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ഉപകരണമാണ്, യന്ത്രമാണ്. ഈ യന്ത്രം എന്തൊക്കെ ചെയ്യുന്നതാണ് നീ കാണുന്നില്ലേ, എന്തൊക്കെ കാര്യങ്ങൾ അത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റിക്കി പറയും, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. നല്ലത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മയാണ്, തെറ്റാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാദർ പറയാണ്, യു ആർ റോങ്. നിനക്കറിയില്ല, നീ എന്തൊക്കെ പറയുന്നത് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്കറിയില്ല റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യണേന്ന്. റിക്കി, ഐ കാണ്ട് എഗ്രി വിത്ത് യു. അപ്പോൾ റിക്കി പറയണേ, എനിക്ക് അച്ഛൻ പറയുന്നത് സമ്മതിക്കാൻ സാധിക്കില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാത്ത, നല്ല രീതിയിൽ ഉണ്ടാക്കാത്ത റോബോട്ട് വലിയൊരു പ്രശ്നമായി, തലവേദനയായി മാറും. റിക്കി kept on complaining to his parents about the robot hiding things. അതുപോലെ തന്നെ റിക്കി എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ റോബോട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടേ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, ഒളിപ്പിച്ച് വെക്കുന്നതിനെ കുറിച്ചിട്ടാ. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അപ്പോൾ അവന് എന്ത് യൂസ്ഫുള്ളായിട്ടുള്ള വസ്തുക്കളാണെന്ന് തോന്നുന്നു അതൊക്കെ ഈ റോബോട്ട് കൊണ്ടേ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ച് വെക്കാമെന്നുള്ള പരാതി അവനിങ്ങനെ നിരന്തരം പറയുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ പേജിൻ്റെ മൈ വേർഡ് ഗാലറി നമുക്കൊന്ന് നോക്കാം. മൈ വേർഡ് ഗാലറി നോക്കുമ്പോൾ കൂട്ടുകാരെ, ഈ പേജിൽ നിന്നും ഹാച്ച് ആദ്യത്തെ വരിയിൽ തന്നെയുണ്ട്. ഹാച്ച് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ, ന്യൂ അനിമൽ എന്നൊക്കെയാണ്. ന്യൂ ബേർഡ്, ഹാച്ചിങ്, പ്രൊഡ്യൂസ് എന്നാണ് ഇവിടെ അർത്ഥം. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ കയ്യോടെ പിടിക്കുക എന്നാണ്. കോട്ട് എ പേഴ്സൺ വൈൽ ഡൂയിങ് എനിത്തിങ് റോങ് എന്നാണ് റെഡ് ഹാൻഡഡിൻ്റെ അർത്ഥം. ഫിൽച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിൽച്ച്ഡ് പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷേ ഞാൻ സ്റ്റീലെന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റോളെന്ന് എഴുതിയിട്ടുണ്ട്. ഫിൽച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൾ എന്നാണ് അർത്ഥം, മോഷ്ടിച്ചു. സ്റ്റീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റോള്. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക, സ്ട്രോങ് ആയിട്ട് നിരസിക്കുക. ഔട്ട് വെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂള്, റെയിൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ത് വിചാരിക്കണോ അതിനപ്പുറമാണ് ഈ റോബോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ നല്ലതെന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ റോബോട്ട് എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് ഹൈഡ് ചെയ്യുന്നു. ഇവനത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതാണ് ഔട്ട് വെയ്ഡ് എന്നുള്ള വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം. Next paragraph. One day, the robot who was wearing past heard the boy's complaints. The robot returned with a pair of Ricky's shoes and some of his clothes. ഒരു ദിവസം റോബോട്ടിന് ഈ വെറിങ് സൗണ്ട് റോബോട്ടിൻ്റെ ഒരു യന്ത്രത്തിൻ്റെ സൗണ്ടാണ് അല്ലേ. ആ സൗണ്ട് ഉണ്ടാക്കി റോബോട്ട് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഇടയിൽ റോബോട്ട് ഈ കുട്ടി പറയുന്ന കംപ്ലയിൻസ് കേട്ടു. അപ്പോൾ റോബോട്ട് വേഗം തന്നെ ഒരു ജോഡി റിക്കിയുടെ ഷൂസും അതുപോലെ തന്നെ കുറച്ച് വസ്ത്രങ്ങളും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഹിയർ സാർ, ഇതാ സാർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു.
അയ്യോ എനിക്ക് അറിയണ്ടായില്ല ഇത് അങ്ങേക്ക് വേണമെന്ന്. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പോൾ യന്ത്രത്തിൻ്റെ സൗണ്ടിൽ ഈ റോബോട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത് താങ്കൾക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ബോദറിങ് യു എന്നറിയണ്ടായില്ല. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, എന്താ നിനക്കറിയാത്ത, നീ കള്ളനാണ്. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്, ആഴ്ചകളോളമായി നീ എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കണേ. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ റോബോട്ട് പറയുന്ന ഉത്തരമാണ് അടുത്ത പാരഗ്രാഫിൽ. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേഡ്. സ്കാറ്റേഡ് എന്ന് പറഞ്ഞാൽ ചിതറി കിടക്കുന്നത് കണ്ടു. തറയിൽ ഇങ്ങനെ താങ്കളുടെ സാധനങ്ങൾ ഇങ്ങനെ ചിതറി കിടക്കുന്നത് ഞാൻ കണ്ടു. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം, താങ്കൾക്ക് ഇത് ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. ഞാൻ രാത്രിയിൽ മറ്റ് മനുഷ്യർക്ക് ഇത് ആവശ്യമുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ സാധനങ്ങൾ ഞാൻ അയക്കും. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ ഒരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്, അതായത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു മെഷീനാണ്. വേർ യു അവെയർ ഓഫ് ഇറ്റ്, എന്താണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്? ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടേൺ പ്രൈഡ്. അഭിമാനത്തോടു കൂടി റോബോട്ട് അത് പറഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഭയങ്കര വിഷമായി. റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് ആകെ നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. റോബോട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ റിക്കിയുടെ കണ്ണുകൾ തുറന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും കാലം റിക്കിയുടെ ആവശ്യമുള്ള സാധനങ്ങൾ പോലും ഒട്ടും വില കൊടുക്കാണ്ട് ഇങ്ങനെ വീക്കിയിട്ടിരുന്നു. ഒട്ടും ശ്രദ്ധ കൊടുക്കാണ്ട് വളരെ കെയർലെസ് ആയിട്ടായിരുന്നു റിക്കി അത് ഇട്ടിരുന്നത്. അപ്പോൾ റോബോട്ട് വിചാരിച്ചു, എന്താണ് ഇതൊന്നും റിക്കിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്, എങ്കിൽ ഇതൊക്കെ പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാം, അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് റോബോട്ട് കരുതി. അങ്ങനെയാണ് റോബോട്ടിലെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അത്രയും എക്സ്ട്രീം വെല്ലായിട്ടാണ് റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. എന്ത് സാധനം കിട്ടിയാലും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത് റിക്കി. ഹി കെയർഡ് ഫോർ നത്തിങ്, ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. എന്നാൽ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് റിക്കിയുടെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഉപയോഗിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് പൊന്നുപോലെ സൂക്ഷിക്കും. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. അപ്പോൾ അവൻ ശരിക്കും തിരിച്ചറിഞ്ഞു ഈ റോബോട്ട് വൈറസുള്ള റോബോട്ടല്ല, മിസ്പ്രോഗ്രാംഡ് അല്ല, ഇത് റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. വളരെ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടാണ്, വളരെ നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോബോട്ടാണ്. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരു റോബോട്ടിനെയാണ് അവിടെ റിക്കി കണ്ടത്, അല്ലേ? ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് മൈ വേർഡ് ഗാലറി നോക്കാം. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ റിക്കി ശരിക്കും തീരുമാനിച്ചു, ഞാൻ നല്ലൊരു എഫിഷ്യൻസി ബോയ്, മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിരിക്കും. എഫിഷ്യൻ്റ് ആവുക, നല്ല എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്ന വ്യക്തി, അല്ലേ? ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എങ്ങനെ അവൻ ഉപയോഗിക്കുന്നു എന്നതിൽ അവൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു. ഹി കെപ്റ്റ് ദം ടൈഡി. എന്ത് സാധനം കിട്ടിയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അതുപോലെ അവൻ ഉറപ്പ് വരുത്തി അവന് ആവശ്യമില്ലാത്ത അത്രയും അവൻ ഉപയോഗിക്കില്ല, ആവശ്യമുള്ളത് മാത്രമേ അവൻ ഉപയോഗിക്കൂ. ഇപ്പം നമ്മൾ ഭക്ഷണം തന്നെയായാലും ഓവറായിട്ട് എടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ആൻഡ് ഹീ ടുക്ക് എ ലീവ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അപ്പോൾ അവൻ ശരിക്കും റോബോട്ടിൽ നിന്നാണ് അവൻ പഠിച്ചത്. വിത്ത് ഹിസ് പോക്കറ്റ് മണി, അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. പാവപ്പെട്ടവരെ അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് അവൻ സഹായിക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങി റിക്കി. ആ പാഠം റിക്കി പഠിച്ചത് റോബോട്ടിൽ നിന്നാണ്. ഈ ബട്ട്ലർ റോബോട്ടിൽ നിന്നാണ് റിക്കി ആ പാഠം പഠിച്ചത്. ഇവിടെയാണ് നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള സാക്രിസ്റ്റൻ്റെ ഈ സ്റ്റോറി അവസാനിക്കുന്നത്. നമുക്കിനി മൈ വേർഡ് ഗാലറി നോക്കാം.
വേർഡ് ഗാലറി നോക്കുമ്പോൾ വിറിങ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പോൾ, ഒരു മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് ഒരു ശബ്ദം, ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുക, അതാണ് വിറിങ് സൗണ്ട്. അപ്പോൾ ഈ മെഷീൻ, ഇത് മനുഷ്യനാണ്, ഒരു മെഷീനാണ് അല്ലേ. അപ്പോൾ ഈ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, ആ ശബ്ദത്തെയാണ് വിറിങ് സൗണ്ട്. മെറ്റാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മെറ്റാലിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു മെറ്റൽ, യന്ത്രവുമായി ബന്ധപ്പെട്ടത്, മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സൗണ്ട്, ഈ റോബോട്ടൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിനിമയിലൊക്കെ. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓർഗനൈസ്ഡ് എന്നാണ്, അഷെയിംഡ്, ഷെയിംഫുൾ, ഡിലൈറ്റഡ്, ഹാപ്പി എന്നാണ്. അപ്പോൾ സ്കാറ്റേർഡ് ചിതറിക്കിടക്കുക, അഷെയിംഡ് നാണക്കേട് തോന്നുക. അപ്പോൾ ഇതൊക്കെയാണ് വേർഡ്സ്. പെദ്രോ പാബ്ലോ സാക്രിസ്റ്റൻ വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. 1973 സ്പെയിനിലാണ്, മാഡ്രിഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്, സാക്രിസ്റ്റൻ ജനിക്കുന്നത്. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ MA ഡിഗ്രി എടുത്ത ആളാണ്. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്. നന്മകളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സം ഓഫ് ഈ സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പേദ്രോ ഫേബിൾ കളക്ഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റോറീസ് ഓഡിയോ ബുക്സും ആയിട്ടുണ്ട്. ഓഡിയോ ബുക്സിൻ്റെ പേര് മൊത്തത്തിൽ ദ പേദ്രോ ഫാബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറീസ്, ഫേബിൾ കളക്ഷൻസ്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് Red Moon, Black and White, The Lazy Little Bird, The Mocking Tiger and The Tree and the Vegetables. അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കൂട്ടുകാർ പഠിച്ചത്. വേർഡ് ഗാലറി മറക്കല്ലേ, പഠിക്കണം കേട്ടോ. താങ്ക് യു.